കഥ ഉമ്മയുടെ അവസാന വസിയത്ത്. ഒരു അമ്മ മരിക്കുന്നതിനു മുമ്പ് മകന് നൽകിയ ഒരു കത്ത്. വർഷങ്ങൾക്ക് ശേഷം അത് തുറന്നപ്പോൾ അവൻ്റെ ജീവിതം എന്നേക്കുമായി മാറി. മലപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമം. ഫജറിൻ്റെ അദാൻ മുഴങ്ങുന്നതിനു മുമ്പേ ഫാത്തിമ ഉണർന്നു. വൂദു ചെയ്ത് നമസ്കാരം നിർവഹിച്ച ശേഷം അവൾ കൈകൾ ഉയർത്തി ദുആ ചെയ്തു. യാ അല്ലാ, എൻ്റെ മകൻ നിഹാലിനെ നീ ഹലാൽ വഴിയിലൂടെ വിജയിപ്പിക്കണമേ. അവൻ്റെ ഹൃദയത്തിൽ ഈമാനും കരുണയും എന്നും നിലനിൽക്കട്ടെ. ആ ദുആ കഴിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. കാരണം ഡോക്ടർമാർ അവളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്കിനി അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ആ കാര്യം അവൾ തൻ്റെ മകൻ നിഹാലിനോട് പറഞ്ഞിരുന്നില്ല. നിഹാൽ നഗരത്തിലെ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. നല്ല ശമ്പളവും വലിയ സ്വപ്നങ്ങളും. എന്നാൽ ജോലി തിരക്കിൽ അവൻ നാട്ടിലേക്ക് വരുന്നത് വളരെ വിരളമായിരുന്നു. എല്ലാ ദിവസവും ഫാത്തിമ അവനെ വിളിക്കും. മോനെ, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു ഉമ്മ, ഇപ്പോൾ മീറ്റിങ്ങിലാണ്, പിന്നെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് അവൻ ഫോൺ വയ്ക്കും. ഫാത്തിമ ഒരിക്കലും പരാതി പറഞ്ഞില്ല. അല്ലാഹുവേ, എൻ്റെ മകൻ സന്തോഷമായിരിക്കട്ടെ എന്നായിരുന്നു ഓരോ ദുആവും. ഒരു ദിവസം അവൾ പഴയ അലമാര തുറന്ന് ഒരു വെള്ള കവറെടുത്തു. അതിൽ സ്വന്തം കൈപ്പടയിൽ ഒരു കത്തെഴുതി. കവറിന് മുകളിൽ അവൾ ഇങ്ങനെ എഴുതി: ഈ കത്ത് ഞാൻ ഈ ലോകത്ത് ഇല്ലാതായതിനു ശേഷം മാത്രം തുറക്കുക. ആ കത്ത് അവൾ ഖുറാൻ വെച്ചിരുന്ന ഷെൽഫിനുള്ളിൽ സൂക്ഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിഹാലിന് ഒരു ഫോൺ വന്നു. അയൽവാസിയായ ഹബീബിക്കയായിരുന്നു. മോനെ, കഴിയുന്നത്ര വേഗം നാട്ടിലേക്ക് വരണം. ഉമ്മയുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണ്. ആ വാർത്ത കേട്ട നിഹാലിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി പോകാൻ തുടങ്ങി. അവൻ ഉടൻ തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആശുപത്രിയിലെത്തിയപ്പോൾ കിടക്കയിൽ കിടന്നിരുന്ന ഉമ്മ അവനെ കണ്ടപ്പോൾ മന്ദഹസിച്ചു. മോനെ, നീ വന്നോ? നിഹാൽ പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചില്ല. ഫാത്തിമ അവൻ്റെ കൈ മുറുകെ പിടിച്ചു. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. എനിക്ക് നീയൊരു വാക്ക് തരണം. പറയൂ ഉമ്മ, ഞാൻ എന്തും ചെയ്യും. 5 നേരം നമസ്കാരം മുടക്കരുത്. ഒരിക്കലും ഹറാം പണത്തിലേക്ക് പോകരുത്. ആരെയും കണ്ണീരിൽ ആഴ്ത്തരുത്. നിഹാൽ കരഞ്ഞുകൊണ്ട് തലകുലുക്കി. വാക്കാണുമ്മ. ഫാത്തിമ പതുക്കെ പറഞ്ഞു. ഞാൻ നിനക്കായി ഒരു വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് വായിക്കണം. അവൾ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ മകൻ്റെ കൈ പിടിച്ചു തന്നെ അള്ളാഹുവിങ്കലേക്ക് മടങ്ങി. ആശുപത്രി മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ആ നിമിഷം മുതൽ നിഹാലിൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. പക്ഷേ അവൻ അപ്പോഴും അറിയില്ലായിരുന്നു, ഉമ്മ എഴുതിവെച്ച ആ കത്ത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം തുറന്നു കാണിക്കുമെന്ന്. ഉമ്മയുടെ ജനാസ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെങ്കിലും നിഹാൽ മാത്രം ഖബറിനരികിൽ കുറച്ചുനേരം നിശബ്ദമായി നിന്നു. മഴത്തുള്ളികൾ പതിയെ മണ്ണിലേക്ക് വീഴുകയായിരുന്നു. അവൻ ഖബറിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. ഉമ്മ, നിങ്ങളുടെ അവസാന ദിവസങ്ങളിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നോട് പൊറുക്കണം. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. വീട്ടിലെത്തിയപ്പോൾ എല്ലായിടത്തും ഉമ്മയുടെ ഓർമ്മകൾ. അടുക്കളയിൽ അവർ ഉപയോഗിച്ചിരുന്ന ചായക്കപ്പ്, തയ്യൽ മെഷീൻ, ഖുറാൻ വായിച്ചിരുന്ന കണ്ണട, ഓരോന്നും അവൻ്റെ ഹൃദയം തകർത്തു. അയൽവാസിയായ ഹബീബിക്ക ഒരു താക്കോൽ അവൻ്റെ കയ്യിൽ കൊടുത്തു. മോനെ, ഇത് നിന്റെ ഉമ്മ തന്നതാണ്. എൻ്റെ മകൻ വന്നാൽ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ താക്കോൽ പഴയ ഒരു മര അലമാരയുടേതായിരുന്നു. അലമാര തുറന്നപ്പോൾ വൃത്തിയായി മടക്കി വെച്ച കുറച്ച് വസ്ത്രങ്ങൾ, ഒരു പഴയ തസ്ബീഹ്, ഖുറാൻ, അതിൻ്റെ മുകളിൽ ഒരു വെള്ള കവർ. കവറിന് മുകളിൽ ഉമ്മയുടെ കൈപ്പടയിൽ എഴുതിയിരുന്നു: മോനെ, ഞാൻ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയതിനു ശേഷം മാത്രം ഈ കത്ത് തുറക്കുക. നിഹാലിൻ്റെ കൈകൾ വിറച്ചു. അവൻ പതുക്കെ കവർ തുറന്നു. അതിനുള്ളിലെ കത്ത് വായിക്കാൻ തുടങ്ങി. അസ്സലാമു അലൈക്കും, എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തുണ്ടാകില്ല. അതുകൊണ്ട് കരയരുത്. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് എല്ലാവരും അവനിലേക്ക് മടങ്ങും. നീ ചെറുതായിരുന്നപ്പോൾ എൻ്റെ എല്ലാ രാത്രിയും എൻ്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. നിനക്ക് പനി വന്ന രാത്രികളിൽ ഞാൻ ഉറങ്ങിയിരുന്നില്ല. നീ ചിരിക്കുമ്പോൾ എൻ്റെ ലോകം മുഴുവൻ പ്രകാശിച്ചിരുന്നു. ഇന്ന് നീ വലിയ മനുഷ്യനായി. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാതെ എനിക്ക് പോകാൻ കഴിയില്ല. മോനെ, സമ്പാദിക്കണം, പക്ഷേ ഹലാൽ വഴിയിലൂടെ മാത്രം. പണത്തേക്കാൾ വിലപ്പെട്ടത് നല്ല സ്വഭാവമാണ്. ആളുകളുടെ കണ്ണീർ വീഴ്ത്തി നേടുന്ന വിജയം യഥാർത്ഥ വിജയമല്ല. എനിക്ക് നിന്നെ ഒരിക്കലും സമ്പന്നനാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നല്ല മനുഷ്യനാകാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇവിടെ വെച്ച് നിഹാൽ പൊട്ടിക്കരഞ്ഞു. കത്തിലെ ഓരോ വരിയിലും ഉമ്മയുടെ സ്നേഹം അവൻ അനുഭവപ്പെട്ടു. പക്ഷേ കത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരുന്ന ഒരു വാചകം അവൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതം മാറ്റിമറിച്ചേക്കാം. നിഹാൽ കണ്ണുനീർ തുടച്ച് അടുത്ത വരി വായിക്കാൻ തുടങ്ങി. അവൻ അറിയില്ലായിരുന്നു അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം അറിയാൻ പോകുകയാണെന്ന്. നിഹാലിൻ്റെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. അവൻ കത്തിലെ അടുത്ത വരികൾ വായിക്കാൻ തുടങ്ങി. മോനെ, നീ ഞാൻ പ്രസവിച്ച മകനല്ല. പക്ഷേ അതുകൊണ്ട് നീ എൻ്റെ മകനല്ല എന്നല്ല. ഇന്ന് ഈ സത്യം പറയാതെ ഞാൻ പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ആ ഒരു വരി വായിച്ചതും നിഹാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താണിത്? അവൻ വീണ്ടും വായിച്ചു. 27 വർഷം മുമ്പ് ഒരു മഴയുള്ള രാത്രിയായിരുന്നു. നിന്റെ വാപ്പയും ഞാനും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ റോഡരികിലെ പള്ളിയുടെ ഗേറ്റിന് സമീപം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഞങ്ങൾ ഓടിച്ചെന്നു. ഒരു ചെറിയ തുണിയിൽ പൊതിഞ്ഞ ഒരു ആൺകുഞ്ഞ്. ആ കുഞ്ഞ് നീയായിരുന്നു. ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല. പോലീസിനെ അറിയിച്ചു. മാസങ്ങളോളം നിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ അന്വേഷിച്ചു. പക്ഷേ ആരും വന്നില്ല.
അപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു. അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ അമാനത്താണ് ഈ കുഞ്ഞ്. അങ്ങനെ നീ ഞങ്ങളുടെ മകനായി. നിഹാലിൻ്റെ കയ്യിൽ നിന്ന് കത്ത് താഴെ വീണു. അപ്പോൾ അവൻ്റെ ശബ്ദം മുറിഞ്ഞു. വീട്ടിലെ ഓരോ ചുവരും അവനെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി. അവൻ ഓർത്തു, ഒരിക്കലും ഉമ്മ അവനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. വിശന്നിരുന്ന ദിവസങ്ങളിൽ പോലും ആദ്യം ഭക്ഷണം നൽകിയത് അവനായിരുന്നു. പുതിയ വസ്ത്രം വാങ്ങാൻ പണമില്ലാതിരുന്നപ്പോൾ സ്വന്തം സാരി വാങ്ങാതെ അവന് വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. പനിവന്ന രാത്രികളിൽ അവൻ്റെ നെറ്റിയിൽ തുണിവെച്ച് ഉറങ്ങാതിരുന്നത് ഉമ്മയായിരുന്നു. രക്തബന്ധമല്ല, സ്നേഹമാണ് യഥാർത്ഥ ബന്ധമെന്ന് അവന് ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ വീണ്ടും കത്തെടുത്തു. മോനെ, ഈ സത്യമറിഞ്ഞ് നിന്റെ ഹൃദയം തകരരുത്. നിന്നെ പ്രസവിച്ചവരെക്കുറിച്ച് എനിക്ക് ഒരറിവുമില്ല. അവർ എന്ത് സാഹചര്യത്തിലായിരുന്നുവെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. എന്നെ വളർത്തിയ ഉമ്മ എന്ന പേരിൽ എന്നെ ഓർക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിഹാൽ കത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എന്നെ ജനിപ്പിച്ചതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ മനുഷ്യനാക്കിയത് നീയാണ്. ആ രാത്രി അവൻ ഉറങ്ങിയില്ല. ഉമ്മയുടെ ഖുറാൻ തുറന്ന് വായിച്ചു. തസ്ബീഹ് കയ്യിലെടുത്തു. ജീവിതത്തിൽ ആദ്യമായി അവൻ മനസ്സറിഞ്ഞ് ദീർഘനേരം ദുആ ചെയ്തു. അന്നു മുതൽ നിഹാലിൻ്റെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിയാൻ തുടങ്ങി. പക്ഷേ ഉമ്മയുടെ കത്തിൽ ഇനിയും ഒരു അവസാന ആഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. ആ ആഗ്രഹം നിറവേറ്റാൻ നിഹാൽ എടുത്ത തീരുമാനം അവൻ്റെ ജീവിതം മാത്രമല്ല, നിരവധി കുടുംബങ്ങളുടെ ജീവിതവും മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. പുലർച്ചെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് നിഹാൽ വീണ്ടും ഉമ്മയുടെ കത്ത് തുറന്നു. അവസാന പേജ് ഇതുവരെ അവൻ വായിച്ചിരുന്നില്ല. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവൻ വായിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട മോനെ, ഇതാണ് എൻ്റെ അവസാന വസിയത്ത്. എനിക്ക് നിനക്ക് വിട്ടുതരാൻ സ്വത്തൊന്നുമില്ല, സ്വർണവുമില്ല, വലിയ വീടുമില്ല. പക്ഷേ ഒരു ചെറിയ അപേക്ഷയുണ്ട്. എൻ്റെ പേരിൽ എല്ലാ വർഷവും കുറഞ്ഞത് ഒരു അനാഥ കുട്ടിയുടെ പഠന ചെലവെങ്കിലും ഏറ്റെടുക്കണം. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണം. ആർക്കെങ്കിലും സഹായം ചെയ്യുമ്പോൾ ഒരിക്കലും എൻ്റെ പേരോ നിൻ്റെ പേരോ പറയരുത്. അള്ളാഹുവിന് വേണ്ടി എന്ന ഉദ്ദേശം മാത്രം മതി. പിന്നെ നിന്നെപ്പോലെ ഒരു ഉമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടാൽ അവനെ ഒരിക്കലും ഒറ്റക്കാക്കരുത്. കാരണം ഒരു കാലത്ത് നീയും അങ്ങനെ ഒറ്റക്കായിരുന്നൊരു കുഞ്ഞായിരുന്നു. അള്ളാഹുവാണ് നിന്നെ എനിക്ക് സമ്മാനിച്ചത്. ഇനി നീ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണം. അതായിരിക്കും എൻ്റെ ഖബറിലേക്ക് എത്തുന്ന ഏറ്റവും മനോഹരമായ ദുആ. കത്ത് അവസാനിച്ചു. നിഹാൽ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉമ്മാ, നീ അവസാന നിമിഷം വരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അടുത്ത ദിവസം അവൻ നഗരത്തിലേക്ക് മടങ്ങി. എന്നാൽ അവൻ പഴയ നിഹാൽ ആയിരുന്നില്ല. ആദ്യമായി ചെയ്ത കാര്യം ഓഫീസിൽ നിന്ന് അവധിയെടുത്ത് ഒരു അനാഥാലയത്തിലേക്ക് പോകുകയായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഇടയിൽ 5 വയസ്സുള്ള ഒരു ചെറിയ ബാലൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇക്ക, നാളെ എൻ്റെ പിറന്നാളാണ്. എനിക്ക് ആരുമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ നിഹാലിന് സ്വന്തം ജീവിതം ഓർമ്മ വന്നു. അവൻ മുട്ടുകുത്തി ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. ഇനി നീ ഒറ്റക്കല്ല മോനെ. ആ ദിവസം മുതൽ ഓരോ മാസവും അവൻ അനാഥാലയത്തിലേക്ക് പോകാൻ തുടങ്ങി. കുട്ടികളുടെ പഠനച്ചെലവ് ഏറ്റെടുത്തു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി. വിധവകൾക്ക് സഹായം ചെയ്തു. എന്നാൽ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. ഒരു വീഡിയോ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ല. കാരണം ഉമ്മയുടെ വസിയത്ത് അവൻ മറന്നിരുന്നില്ല. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുത്. വർഷങ്ങൾ കടന്നു. ഒരു ദിവസം നിഹാലിന് ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചു. സമൂഹ സേവനത്തിനായിരുന്നു ആ അംഗീകാരം. വേദിയിൽ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും കരുതിയത് അവൻ തൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നാണ്. പക്ഷേ അവൻ പോക്കറ്റിൽ നിന്ന് പഴകിയ ഒരു കത്ത് പുറത്തെടുത്തു. എല്ലാവരെയും നോക്കി പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഒരു ഉമ്മയുടെ ദുആ കൊണ്ടാണ്. എന്നെ പ്രസവിച്ചവൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ മനുഷ്യനാക്കി വളർത്തിയ ഉമ്മയുടെ അവസാന വസിയത്താണ് എൻ്റെ ജീവിതം മാറ്റിയത്. ഹാളിലാകെ നിശബ്ദത. പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവൻ അവസാനം ഒരു വാചകം മാത്രം പറഞ്ഞു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊപ്പം ചെലവഴിക്കുന്ന 1 മണിക്കൂർ അവർ പോയതിനു ശേഷം കരഞ്ഞു ചെലവഴിക്കുന്ന 1000 മണിക്കൂറുകളേക്കാൾ വിലപ്പെട്ടതാണ്. ആ വാക്കുകൾ കേട്ട് ഹാള് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ രാത്രിയിൽ നിഹാൽ ഉമ്മയുടെ ഖബറിനരികിൽ ചെന്നു. കൈകൾ ഉയർത്തി കണ്ണീരോടെ ദുആ ചെയ്തു. യാ അല്ലാ, എൻ്റെ ഉമ്മയ്ക്ക് ജന്നത്തുൽ ഫിർദൗസ് നൽകണമേ. അവൾ എന്നെ എങ്ങനെ സ്നേഹിച്ചുവോ അതിനേക്കാൾ മഹത്തായ പ്രതിഫലം നീ അവൾക്ക് നൽകണമേ. ആമീൻ. ആകാശത്ത് ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. നിഹാലിൻ്റെ മനസ്സിൽ ഒരേയൊരു തോന്നൽ, ഒരു അമ്മ ഈ ലോകം വിട്ടു പോകാം, പക്ഷേ അവളുടെ ദുആയും സ്നേഹവും നല്ല ഉപദേശങ്ങളും ഒരിക്കലും മരിക്കില്ല.